കേരള പോലീസുമായി ഏറ്റുമുട്ടാനുള്ള സർവ്വ സന്നാഹങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ശ്രമിക്കുക. കിക്ക് ഓഫ് എലൈറ്റ് കേരള പ്രീമിയർ ലീഗിലെ 60ാമത് മത്സരത്തിലേക്ക് ഏവരെയും സുസ്വാഗതം ചെയ്യുകയാണ്. ഹാഫ് ചാൻസുകൾ പോലും ഒരു ഫുൾ ചാൻസ് ആക്കി മാറ്റാൻ കേൾപ്പുള്ള താരമാണ്. നോക്കുക, വീണ്ടും അവിടെ കേരള പോലീസിന്റെ മുന്നേറ്റം. കേരള പോലീസ് മത്സരത്തിന്റെ 2ാമത് മിനിറ്റിൽ ഞാൻ പറഞ്ഞ് തീർന്നില്ല എന്നൊരു ഗോൾ വീണ്ടും കേരള പോലീസിനെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഈ മത്സരത്തിൽ സജീഷ് വീണ് കിട്ടിയ ഓപ്പർച്യൂണിറ്റി, ഹാഫ് ഓപ്പർച്യൂണിറ്റികൾ പോലും വലയ്ക്കകത്തേക്ക് എത്തിക്കാൻ കേൾപ്പുള്ള താരമായി സജീഷ് എങ്ങനെയാണ് മാറുന്നത്, എത്രത്തോളം ഉള്ളത് ഇപ്പൊ പറഞ്ഞു വച്ചതേ ഉള്ളൂ എന്ന് പറയാം. അവൈലബിൾ ആയിരുന്നു. പക്ഷെ എന്തായാലും സഫാൻ അത് പാസിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിനിടയിലാണ്. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന്. കാര്യമായ രീതിയിലുള്ള ഒരു പാളിച്ചയാണ് ഇത്തവണ അവിടെ പറ്റിയത്. റെഡ് കാർഡ്. അമലും പ്രഭാജിന്റെ കിക്ക് വരുന്നു. ആൻഡ് സെക്കൻഡ് ബോള് നേരെ മിഡ് ലെഫ്റ്റ് സൈഡിലേക്ക്. കേരള പോലീസ് നല്ലൊരു റൺ അവിടെ ലെഫ്റ്റ് സൈഡിൽ. ബ്യൂട്ടിഫുൾ പന്ത് പുറത്ത് പോയിട്ടില്ല. നല്ലൊരു ഓപ്പണിംഗ് ആൻഡ് നല്ലൊരു ഗോൾ. വീണ്ടും കേരള പോലീസ് ഒറ്റയ്ക്ക് മെനഞ്ഞെടുത്തൊരു ഗോളാണത്. കേരള പോലീസിന് അവരുടെ 2ാമത് ഗോളാണ് ഇപ്പോ ഈ ഒരു നിമിഷം അവർക്ക് സ്കോർ ചെയ്യാനായി കഴിയുന്നത്. ഇടതു പാർശ്വഭാഗത്തു കൂടി കടന്നു കയറി ഒരു ഹാഫ് ചാൻസിനെ ഒരു ഗോളാക്കി കൺവേർട്ട് ചെയ്ത ഗോകുൽ അദ്ദേഹത്തിന്റെ ഒരു മികവ് കാണുക. ഞാൻ പറഞ്ഞു, ഇതുപോലെയുള്ള താരങ്ങൾ കറക്റ്റ്ലി അവരുടെ സ്ക്വാഡിലുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ പോലും ഡ്രിബിൾ ചെയ്ത് അകത്തേക്ക് പെനാൽറ്റി ഏരിയയിലേക്ക് നല്ലൊരു പെനട്രേറ്റീവ് റൺ. ആൻഡ് ഇത്തവണ നല്ലൊരു ഓപ്പർച്യൂണിറ്റി. വീണ്ടും ഗോൾ കീപ്പറും ഡിഫൻസും ഒരേപോലെ തന്നെ 1ാം പകുതിയിൽ റൈറ്റ് നൗ ഹാഫ് ടൈം വിസിൽ വരുന്ന ഈ മൊമെന്റിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കേരള പോലീസ് ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. താരങ്ങളെ കാണാൻ 2 പേർ ഒരേ സമയത്ത് അവിടെ സപ്പോർട്ടിന് വേണ്ടി പെനാൽറ്റി ഏരിയയ്ക്ക് അകത്തുണ്ട്. 6 യാർഡ് ഏരിയയിലേക്ക് നല്ലൊരു ഡെലിവറി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് ദാറ്റ് ഹാസ് ബീൻ കൺവേർട്ടഡ്. അത് വലയ്ക്കകത്തേക്ക് കൺവേർട്ട്. ഈസി ഫിനിഷ് ആണ്. കാമാൻ കൂളായി കളിച്ചിരുന്ന കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒരു കൂട്ടപ്പൊറിച്ചിലിനൊടുവിൽ ഗോൾ കീപ്പർ അത് സേവ് ചെയ്തു. അതിനുശേഷം വീണ് കിട്ടിയ ഒരു പന്താണ്. ആ പന്ത് കൃത്യമായി വലയ്ക്കകത്തേക്ക് പറഞ്ഞയക്കുന്നു. അതിനിടയിൽ 2 താരങ്ങൾ തമ്മിൽ കാലുകൾ കൂട്ടിയിടിച്ച് ചെറിയൊരു പരിക്കിന്റെ ഒരു സാധ്യത കൂടി കാണുന്നു. ഫാരിസും അത് കുറച്ച് പന്ത് കൈപ്പിടിയിൽ വെച്ച് സാവകാശം കളിക്കാൻ ശ്രമിക്കുന്ന FC കേരള ഫോളാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു യെല്ലോ കാർഡ് ശിക്ഷ അവിടെ ഏറ്റുവാങ്ങേണ്ടി വരും. ഒരു യെല്ലോ കാർഡ് വീണ്ടും പുറത്തെടുക്കുന്നു. ആൻഡ് റെഫറി ഒരു കൺഫർമേഷന് വേണ്ടിയാണ് ഇൻഫാക്ട് വെയിറ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനോട് കൂടി ചോദിച്ച് സെക്കൻഡ് റെഡ്. മത്സരത്തിലെ 2ാമത് റെഡ് കാർഡാണ്. ആൻഡ് ജംഷിദ് കൂടി കളിക്കളത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ദൗർഭാഗ്യവശാൽ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് വീണ്ടും അവിടെ കൈവിട്ട് കളയുകയാണ് കേരള പോലീസ്. പന്ത് തിരിച്ചു പിടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സുജല പാസ് ഇൻസൈഡിലേക്ക് കൊടുത്തത്. എന്റെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ തുറന്നെടുത്തു ഫാരിസിലേക്ക്. അവിടെ ഹാൻഡ് ബോളിന് വേണ്ടിയുള്ള ഒരു ക്ലെയിം ഉണ്ട്. യെസ്, അവിടെ വിൻ ചെയ്യുക കൂടി ചെയ്യുന്നു. സജീഷ് സ്കോർസ്. മത്സരത്തിലെ 70ാമത് മിനിറ്റിൽ സജീഷിന്റെ കാര്യങ്ങളിൽ നിന്ന് ഒരു പെനാൽറ്റി കൂടി വരുന്നു. FC കേരളയ്ക്ക് ക്ലെയിം ചെയ്യാനുണ്ടെങ്കിലും ഗോളുകളുടെ അഡ്വാൻറ്റേജ് അത് പോലീസിന് തന്നെയാണ്. മത്സരത്തിൽ 70 മിനിറ്റ് പിന്നിടുന്ന ഈ അവസരത്തിലും സംഗീത് ഇൻസൈഡിലേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഒരു കൺസലേഷൻ ഗോളിലേക്ക് എത്താൻ FC കേരളയ്ക്ക് സാധിക്കുന്നു. മത്സരത്തിലെ കാത്തുനിന്നതിന് ശേഷം അവർ ഒരു ഗോൾ തിരിച്ചടിക്കുന്നു. ഇതുപോലെ കിട്ടിയ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ വീട് കിട്ടിയത്. സംഗീതാണ് ആ ഒരു പന്ത് കൃത്യമായി ഡിസൈൻ ചെയ്ത് മുന്നിലേക്ക് വിട്ടുകൊടുക്കുന്നത്. അതിനുശേഷം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡെലിവറി ആൻഡ് ഫുൾ ടൈം. വാശിയേറിയ നിലയിൽ നാടകീയമായ ഒരുപാട് മൊമെന്റുകൾ കടന്നുപോയ ഒരു മത്സരത്തിന് ശേഷം 1-നെതിരെ 4 ഗോളുകൾക്ക് FC കേരളക്കെതിരെ കേരള പോലീസ് നല്ലൊരു വിജയം കണ്ടെത്തുമ്പോൾ ഇറ്റ്സ് ഫുൾ ടൈം. It's Kerala Police 4 and FC Kerala 1.